കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമവും ക്രിമിനൽ നിയമങ്ങളുമെല്ലാം റദ്ദാക്കുമെന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരാൻ പോകുന്നില്ലെന്നും പൊതുജനത്തിന്റെ ക്ഷേമത്തിനായി നടപ്പാക്കിയ കാര്യം ഒരു കാരണവശാലും മാറ്റില്ല എന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് എല്ലാ കാലത്തും അഴിമതിയുടെ പാതയാണ് പിന്തുടരുന്നതെന്നും ആദ്യഘട്ട വോട്ടെടുപ്പോടെ തങ്ങൾ പരാജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷ പാർട്ടികൾ ആകെ പരിഭ്രാന്തിയിലാണെന്ന് അമിത്ഷാ പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ CAA റദ്ദാക്കുമെന്ന് ചിദംബരം അവകാശവാദം ഉന്നയിച്ചത്. സ്ഥലം പരിമിതി മൂലം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളാണ് CAA പ്രതിനിധീകരിക്കുന്നത്. ഈ നിയമങ്ങൾ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാജ്യത്തെയാണ് ചിദംബരം അപമാനിക്കുന്നത്. ഈ രാജ്യത്തിന്റെ നിയമം ഇതാണ്. മതപരമായ പീഡനം അനുഭവിച്ച് ഇന്ത്യയിലെത്തുന്ന സഹോദരങ്ങൾക്ക് പൗരത്വം നൽകേണ്ട കാര്യം ഇല്ല എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. അതേസമയം CAA നടപ്പിലാക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല എന്ന കാര്യം കോൺഗ്രസിനും പൊതുജനങ്ങൾക്കും അറിയാവുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് CAA ഉൾപ്പെടുത്താത്തതെന്നും ഏറ്റവും വലിയ തെളിവ്. കോൺഗ്രസിലെ മുഴുവൻ പ്രവർത്തകരും EDയുടെ റഡാറിലാണ്. അഴിമതി കാണിക്കാത്ത ഒരാൾ പോലും ഇല്ല എന്നത് വ്യക്തമാണ്. ചിദംബരം INX മീഡിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന വ്യക്തിയാണ് എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്. കോൺഗ്രസിന്റെ മുൻനിരയിലുള്ളവർ പോലും കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ്. ഇനിയും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ വളർച്ച അസ്തമിക്കുമെന്നതും ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കയ്യിൽ ഭാരതത്തെ ഏൽപ്പിക്കുന്നത് ജനങ്ങളുടെ വികസനത്തെ ബാധിക്കുമെന്നത് ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.